നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പത്തനംതിട്ട പെരുന്നാട്ടെ ജിതിൻ കൊലക്കേസും തൃശൂർ പോട്ടയിലെ ബാങ്ക് കൊള്ളയും ഉൾപ്പെടെയുള്ള കേസുകളാണ് സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആദ്യം പത്തനംതിട്ട പെരുന്നാട് ജിതിൻ കൊലക്കേസിലേക്കാണ്. ജിതിൻ വധക്കേസിൽ മുഖ്യപ്രതി വിഷ്ണു പിടിയിലായിരിക്കുന്നു. നൂറിനാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കൂട്ടുപ്രതികളും പിടിയിലായെന്നാണ് സൂചന. കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. എന്നാൽ ജിതിനെ കൊലപ്പെടുത്തിയത് BJP RSS പ്രവർത്തകരെന്ന് CPM ആരോപിക്കുന്നു. പെരുന്നാട് മടത്തമ്പുഴയിൽ ഇന്ന് വൈകിട്ട് DYFI പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. അതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. സംഘർഷം തന്നെയായിരുന്നു. ഇന്ന് വൈകിട്ട് നടന്ന സംഘർഷത്തിലാണ് ജിതിൻ കൊല ചെയ്യപ്പെട്ടത്. അതേസമയം CPM ആരോപണം തള്ളി BJP രംഗത്തെത്തി. പ്രതികൾ RSS BJP ബന്ധമുള്ളവരല്ലെന്നാണ് BJP ജില്ലാ പ്രസിഡന്റിന്റെ വിശദീകരണം. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPMലെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMുമായിട്ടും DYFIയുമായിട്ടും ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന്മാർക്ക് പോലും ഈ സംഭവമായിട്ട് ബന്ധമില്ല. ജിതിൻ കൊലക്കേസിൽ മുഴുവൻ പ്രതികളും ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ജിതിന്റെ കൊലപാതകത്തിന് ശേഷം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. ജിതിനെ കൊലപ്പെടുത്തിയത് BJP RSS പ്രവർത്തകരെന്ന് CPM ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് BJP. യഥാർത്ഥത്തിൽ ജിതിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? ഈ കേസിൽ ഇപ്പോൾ എത്ര പ്രതികളാണ് പോലീസിന് പിടിയിലായിരിക്കുന്നത്? ഇന്നലെ രാത്രി 10:00-ക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. റാന്നി പെരുന്നാട് വെച്ചാണ് ഈ ജിതിനെ ഈ പ്രതികളായ വിഷ്ണു അടക്കമുള്ള സംഘം കുത്തിക്കൊലപ്പെടുന്നത്. എന്തായാലും രാത്രി 10:00-ഓടുകൂടി തന്നെ ജിതിനും ഇതിന്റെ സുഹൃത്തായ അനന്തുവിനെ മർദ്ദിക്കുന്നറിഞ്ഞാണ് ഈ സ്ഥലത്തെത്തിയത്. അതിനുശേഷം ആണ് തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിനിടയിലാണ് വിഷ്ണു, ഈ പ്രധാന കേസിലെ പ്രധാന പ്രതിയായ വിഷ്ണു ഇതിനെ വടിവാള് കൊണ്ട് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയെ ആ സംഭവ സ്ഥലത്ത് തന്നെ ഈ ജിതിൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിനുശേഷം മൃതദേഹം പത്രത്തിലെത്തിക്കുകയും ഇതിന്റെ കൂടെയുള്ള 2 പേർക്ക് കൂടി ഈ സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയമായ ഒരു കൊലപാതകം എന്നാണ് CPM ഉന്നയിക്കുന്നത്. കാരണം ജിതിൻ CITയുടെയും DYFIയുടെയും പ്രവർത്തകരാണ്. ഈ മർദ്ദനമേറ്റ അനന്തു അടക്കമുള്ള ആളുകളും DYFI പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും BJP RSSന്റെ നേതൃത്വത്തിലുള്ള പ്രതികളാണ് ഇത്തരത്തിൽ ഇവരെ കരുതിക്കൂട്ടി കൊല ചെയ്തു എന്നുള്ളതാണ് ആരോപണമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കാരണം പ്രതികളായ 8 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. 8 പേരും RSSന്റെയും അതുപോലെ തന്നെ BJPയുടെയും പ്രവർത്തകരാണെന്നുള്ളതാണ് CPM മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ കേസ് പൂർണ്ണമായും ഇത്തരം ഒരു ആരോപണം BJPയുടെ ജില്ലാ പ്രസിഡന്റ് പൂർണ്ണമായും ജില്ലാ നേതൃത്വം തള്ളിക്കളയുകയാണ്. കാരണം ഇവർ ആരും BJP പ്രവർത്തകരല്ല, RSS പ്രവർത്തകരല്ല. CPM മനഃപൂർവ്വം ഇത്തരം ഒരു കൊലപാതകം BJPയുടെ മേലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയമായുള്ളൊരു വാദപ്രതിവാദങ്ങൾ ഈ കൊലപാതകമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിലവിലത്തെ സാഹചര്യം പറയാൻ കഴിയുക. ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ 2 പേർ ഇപ്പോഴും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇപ്പോൾ ഈ നമുക്കറിയുന്ന ഒരു വിവരം, ഈ കേസിലെ പ്രധാനമായും ഇതിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി വിഷ്ണുവിനെയും ഒപ്പം ബാക്കിയുള്ള പ്രതികളെയും ഒക്കെ നൂറിനാട് വെച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് കസ്റ്റഡിയെടുത്തു, അതിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേസിൽ 8 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിൽ 3 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം അറസ്റ്റ് ചെയ്ത് അഖിൽ, ശരൺ, ആരോമൽ എന്നിവരാണ് ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത്. ബാക്കിയുള്ള പ്രധാന പ്രതിയായ വിഷ്ണു, നിഖിലേഷ്, ശരൺ, സുമിത്, മനീഷ്, ആരോമൽ, മിഥുൻ, അഖിൽ എന്നിവരെയാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളതെന്നാണ്
നമുക്ക് അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഈ കേസിൽ 8 പ്രതികളും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കേസിലെ രാഷ്ട്രീയ മാനങ്ങളാണ് ഇപ്പോൾ CPM പറയുന്നത് കരുതിക്കൂട്ടി. കാരണം ഇത്തരം ഒരു സംഭവം ഉണ്ടായ സമയത്ത് രാത്രി ഈ അനന്തു എന്ന് പറയുന്ന ജിതിന്റെ സുഹൃത്ത് അനന്തുവിനെ രാത്രി വിഷ്ണുവും BJP പ്രവർത്തകരായ വിഷ്ണുവും മറ്റു സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിക്കുമ്പോൾ അത് തടസ്സം പിടിക്കാനെത്തിയാണ് ജിതിൻ. ആ സമയത്ത് കാറിൽ നിന്നാണ് വടിവാള് എടുത്ത് ഈ വിഷ്ണു എന്ന് പറയുന്ന പ്രധാന പ്രതി ഇതിനെ കുത്തുകയും അടിക്കുകയും കത്തി ഉപയോഗിച്ച് വെട്ടുകയും ചെയ്തതാണ് ആരോപണം. അതുകൊണ്ട് തന്നെ കാറിൽ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം എന്ന നിലയ്ക്കാണ് CPM മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം ഒരു കൊലപാതകത്തെ തങ്ങൾ അത്തരത്തിൽ പറയില്ലായിരുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറി കൂടി ഇപ്പോൾ തീർച്ചയായും ശശിനാരായണൻ, അങ്ങനെയെങ്കിൽ ഇതാണ് ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് തന്നെ ഇതിൽ നിന്ന് അനുമാനിക്കാം. കാരണം അതിന്റെ സാഹചര്യങ്ങളടക്കം പരിശോധിച്ചാൽ അങ്ങനെയെങ്കിൽ അത് ആരെ കൊലപ്പെടുത്താൻ, അനന്തുവിനെ കൊലപ്പെടുത്താൻ എത്തിയതാണോ ജിതിനെ കൊലപ്പെടുത്താൻ എത്തിയതാണോ? അപ്പം അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അനന്തുവിനുമായി ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അനന്തുവുമായി വാക്കുതർക്കം ഉണ്ടായപ്പോൾ ഈ പ്രശ്നം അറിഞ്ഞിട്ടാണ് ഈ ജിതിനടക്കം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ശ്യാം അടക്കമുള്ള ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്ത് രാത്രി എത്തുന്നത്. ആ എത്തുന്ന സമയത്താണ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജിതിനെ ഈ പ്രധാന പ്രതിയായ ഈ കേസിലെ പ്രധാന പ്രതി വിഷ്ണു വടിവാള് കൊണ്ട് കുത്തുകയും അതുപോലെ തന്നെ വെട്ടിപ്പരിക്കേൽക്കുകയും ചെയ്തു. 3-4 മുറിവുകളോളം ഈ ജിതിന്റെ ദേഹത്തുണ്ട്. ആഴത്തിലേറിയ മുറിവുകളാണ്. അതാണ് മരണകാരണമെന്നാണ് നമുക്ക് നിലവിലത്തിലെ പോലീസിന്റെ ഒരു നിഗമനം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇതൊരു കരുതിക്കൂട്ടിക്കാണ്. വാഹനത്തിൽ ഇത്തരത്തിൽ കത്തി കൊണ്ടുവരിക, വടിവാൾ ഉപയോഗിക്കുക, അത് കരുതിക്കൂട്ടി തന്നെ ഒരു കൊലപാതകത്തിന് വേണ്ടി കൊലപാതകം ചെയ്യാനാണ്, കരുതിക്കുട്ടി ചെയ്തതാണെന്നുള്ള രീതിയിലാണ് CPM ഇത് മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ആരോപണം അത് തന്നെയാണ്. അതിന് കാരണമായി അവർ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകൾ BJP ആളുകളൊക്കെ CPM എത്തിയിരുന്നു. അതുകൊണ്ട് അത്തരം ഒരു വൈരാഗ്യങ്ങൾ സ്വാഭാവികമായും ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളും വഴക്കങ്ങളും ഒക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുറെ കാലങ്ങളായി പെരുന്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ലഭ്യതയിൽ പരസ്പരം പരിഹരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു കാര്യം നിലനിൽക്കുന്ന കാര്യത്തിലാണ് ഈ പ്രതികൾ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തു എന്നുള്ള കാര്യത്തിലേക്ക് CPM ഉറച്ചു നിൽക്കുന്നത്. അതേസമയം BJP സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പ്രതിപട്ടികളുള്ള ആളുകൾ ആരും തന്നെ BJP പ്രവർത്തകരല്ല. അവർ തങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്തവരാണ്. അതിൽ 2 പേരോളം DYFI പ്രവർത്തകരാണ്. മുൻകാലങ്ങളിൽ DYFI പ്രവർത്തിച്ചിരുന്നവരാണ്. അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായി ഈ കാര്യത്തിലൊരു മാനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്കിത്. തീർച്ചയായും ശശിനാരായണൻ, BJP നേതാക്കൾ സൂചിപ്പിക്കുന്ന പോലെ ഈ പ്രതികൾക്ക് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ എന്ന് പറയപ്പെടുന്ന ആ 8 പ്രതികൾക്കും BJPയുമായി യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? BJPയുമായി മുൻപ് അടുപ്പം പുലർത്തിയിരുന്ന ആളുകളാണോ, അതുപോലെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണോ? ഈ അനന്തുവിനെയും ജിതിനെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോട് കൊട്ടേഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരുന്നോ ഈ ഒരു ആക്രമണവും കൊലപാതകവും ഒക്കെ ഉണ്ടായത്? അപ്പോൾ ആ തരത്തിലൊക്കെ CPM ജില്ലാ നേതൃത്വവും പാർട്ടി CHU കാര്യമൊക്കെ ഇത് പറയുന്നത്. കാരണം ആ പ്രദേശത്ത് നിരന്തരം സംഘർഷം ഈ CPIയും CHU ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ തമ്മിലൊക്കെ ഈ BJPയുമായിട്ടൊക്കെ പല തവണകളും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിന്നു. അതിലൊരു ഭാഗം നിലയ്ക്ക് തന്നെയാണ് ഈ കൊലപാതകത്തെ കാണുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് വാഹനത്തിനകത്ത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകം നിലയ്ക്കാണ്. വാഹനത്തിൽ കത്തി കൊണ്ടിരുന്നു. അത് അനന്തപുരം തലേന്നപ്പം പ്ലാൻ ചെയ്ത് ഇതിനെ കൊലപ്പെടുത്തുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതൊരു ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ്. അത് രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം പെരുന്നാട്ടിലെ ഈ CPM പ്രവർത്തകരും CHU പ്രവർത്തകരും DYFI പ്രവർത്തകരും ഒക്കെ തന്നെ ഇത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം തങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണത്തിലാണ് BJP നേതൃത്വമുള്ളത്. 8 പ്രതികളും BJPയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെന്നാണ് പൂർണ്ണമായി തള്ളിക്കളയുകയാണ് BJP ജില്ലാ നേതാവ് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ VA സൂരജ്. എന്തായാലും ഈ കേസിന് രാഷ്ട്രീയപരമായ ഒരു മാനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്നു. പക്ഷേ ഇതിനൊക്കെ വ്യത്യസ്തമായി പോലീസിന്റെ നിലപാടാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളത്. ഈ കേസിൽ സംഘർഷത്തിൽ ആൾ മരിച്ചു എന്നുള്ള രീതിയിലാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് FIR എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കൊലപാതകം എന്ന തരത്തിലേക്ക് നമുക്കിത് അനുമാനിക്കാൻ കഴിയില്ല. കാരണം പോലീസിന്റെ FIR നടത്തുന്നത് ഈ സംഘർഷം നടന്ന് രാത്രിയിൽ അനന്തു ഈ വാക്കേറ്റം ഉണ്ടാകുന്നു. അത് അനന്തുവിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജിതിൻ അവിടെ എത്തുന്നു. തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. അങ്ങനെ കത്തിക്കുത്തിൽ ജിതിൻ മരിക്കുന്നു എന്ന രീതിയിലാണ് പോലീസിന്റെ FIR ഉള്ളത്. പക്ഷേ ഈ CPM ഉന്നയിക്കുന്നത് കൃത്യമായ വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ജിതിൻ കൊലക്കേസിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നുണ്ടെങ്കിലും അത് വ്യക്തിപരമായിട്ടുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്തായാലും പക്ഷെ BJP പ്രവർത്തകർക്കെതിരെയാണ് CPM
ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് CPM പറയുന്നു. എന്നാൽ പോലീസ് ഈ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ്. പക്ഷെ എന്തായാലും എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്? ജിതിനെ ലക്ഷ്യമിട്ടാണോ അതോ ജിതിന്റെ സുഹൃത്ത് അനന്തുവിനെ ലക്ഷ്യമിട്ടാണോ പ്രതികൾ എത്തിയത് എന്ന കാര്യം കൂടി പോലീസ് കണ്ടെത്തണം. കേരളത്തെ ആകെ നടുക്കിയതാണ് തൃശൂർ ചാലക്കുടി പോട്ടയിലെ പട്ടാപ്പകൽ നടന്ന ബാങ്ക് കൊള്ള. 2 ദിവസം കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിയ പ്രതി പോട്ട സ്വദേശി റിജോ ആന്റണി കഴിഞ്ഞ രാത്രി പിടിയിലായിരുന്നു. പ്രതി റിജോ ആന്റണി ആഡംബര ജീവിതം നയിക്കുന്നയാളെന്നാണ് പോലീസ് പറയുന്നത്. റിജോയുടെ ഭാര്യ വിദേശത്താണ്. നാട്ടിലേക്ക് ഭാര്യ അയച്ച പണം എടുത്ത് ഇയാൾ ദൂർത്തടിച്ച് കളയുമായിരുന്നു. ഭാര്യ വരുന്ന സമയമായപ്പോൾ കൊള്ള ചെയ്ത്, അതായത് ഈ ബാങ്കിൽ കൊള്ള നടത്തി പണം ഉണ്ടാക്കി പിന്നീട് ആ കടം വീട്ടാൻ ശ്രമിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. രാത്രിയോടെയാണ് പ്രതിയെ സ്വന്തം വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, 2 ദിവസത്തോളം പോലീസിനെ വട്ടം കറക്കിയതാണ് റിജോ ആന്റണി. അതായത് തുടക്കത്തിൽ തന്നെ ഈ കേസിന്റെ ഒരു സ്വഭാവം, ഈ കവർച്ചയുടെ സ്വഭാവം പഠിച്ചപ്പോൾ തന്നെ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഇതൊരു പ്രൊഫഷണൽ മോഷ്ടാവല്ല ഇതിന് പിന്നിലെന്ന്. എങ്ങനെയാണ് റിജോയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്? അതോടൊപ്പം വളരെ വിചിത്രമായിട്ടുള്ള കഥകളാണല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അതായത് ഭാര്യ അയച്ചു തരുന്ന പണം ദൂർത്തടിച്ച് ആഡംബര ജീവിതം നയിച്ചു, ആ കടം വീട്ടാൻ വേണ്ടി കൊള്ള നടത്തുന്നു. ഇത് പൂർണ്ണമായും വിശ്വസനീയമാണോ ഈ പ്രതി പറയുന്ന മൊഴികൾ? ടോം, ഇക്കാര്യത്തിൽ ഇയാൾ പറയുന്ന കഥകൾ പൂർണ്ണമായും പോലീസ് ഉൾക്കൊള്ളുന്നില്ല. ഇനിയും കുറച്ചുകൂടി അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. എങ്കിലും ഇതുവരെ വന്നിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസയോഗ്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ പോലീസ് ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഇതിൽ മറ്റാരുടെയും സഹായം തേടിയിട്ടില്ല എന്ന് പറയുന്നു. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മദ്യപിച്ച ഒരു ചിട്ടയില്ലാത്ത ജീവിതത്തിലൂടെ ഇത്രയധികം പണം നഷ്ടമായി, ഏതാണ്ട് 45 ലക്ഷത്തോളം രൂപയുടെ കടം ഇയാൾക്കുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ കടം അയാളുടെ സ്വകാര്യമായ ആ കാര്യമായിരിക്കാം, പക്ഷേ ഇതിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ റിജോ ആന്റണിയിലേക്ക് പോലീസ് വളരെ പെട്ടെന്ന് എത്തിയതൊന്നുമല്ല, വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് വന്ന ഒരു കാര്യമാണ്. ആദ്യം റിജോയിലേക്ക് പോവുകയാണെങ്കിൽ റിജോ ആന്റണി ഇവിടെ തൃശ്ശൂർ സ്വദേശിയാണ്. ആദ്യഘട്ടത്തിൽ ഈ മോഷ്ടാവിനെ കുറിച്ചുള്ളൊരു വിവരങ്ങളിൽ ഇയാൾ ഇതര സംസ്ഥാനക്കാരനാണ് എന്ന രീതിയിൽ ഹിന്ദി സംസാരിക്കുന്നു, അത് ആ രീതിയിലൊരു സംശയങ്ങളുണ്ടായിരുന്നു. എന്നാലെങ്കിൽ അപ്പോഴും പോലീസ് പറഞ്ഞിരുന്നു ഇയാൾ കൃത്യമായിട്ട് തന്നെ ഒരു വഴിതെറ്റിക്കാനുള്ളൊരു ശ്രമങ്ങളുണ്ട് എന്നൊരു സംശയത്തിലേക്ക് പോലീസ് ഊന്നി നിന്നിരുന്നു. റിജോ ഈ രീതിയിലേക്ക് പോകുന്നത്, വലിയ രീതിയിലൊരു കടത്തിലേക്ക് പോകുന്നത്, ഇയാളുടെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുകയാണ്, അവർ പണം അയച്ചു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് റിജോ ജീവിക്കുന്നു. പക്ഷേ റിജോയിലേക്ക് കടങ്ങളും കാര്യങ്ങളും എല്ലാം വന്നതോടുകൂടി ഇതെങ്ങനെ മറികടക്കണമെന്ന രീതിയിലേക്ക് അയാൾ ആലോചിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ഈ ബാങ്ക് കവർച്ച എന്ന രീതിയിലേക്ക് വരുന്നത്. എളുപ്പത്തിൽ കുറേ അധികം പണം ഉണ്ടാക്കുക എന്ന രീതിയിലേക്ക് അയാൾ എത്തിപ്പെടുകയും ചെയ്തു. ഇതിനു വേണ്ടിയാണ് ഈ ഫെഡറൽ ബാങ്കിൻ്റെ പോട്ട ശാഖ അയാൾ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. പലതവണ ഇവിടെ നിരീക്ഷിച്ചു, പലതവണ ഇതിനകത്ത് കടന്നുകൊണ്ടും കാര്യങ്ങളെല്ലാം തന്നെ സമയക്രമങ്ങളും കാര്യങ്ങളും എല്ലാം അയാൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആസൂത്രണത്തിലേക്ക് നീങ്ങിയത്. അത് ഒരു പരിധിവരെ അയാൾ പഴുതില്ലാത്ത വിധം ആസൂത്രണത്തിൽ അയാൾ മികച്ചു നിന്നിരുന്നു എന്ന് തന്നെ പറയാം. കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അയാൾ ചെന്നിരുന്നു. ഇതിനു മുൻപ് ഒരു തവണ ആ ബാങ്കിൽ ചെന്നിരുന്നെങ്കിലും അന്ന് പോലീസ് ജീപ്പ് ആ ഭാഗത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അയാൾ അവിടെ നിന്ന് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതിലേക്ക് വരികയും ചെയ്തത്. അന്ന് അയാൾ കൃത്യമായി 2.5 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഒരു ATM-ൽ കയറിയാൽ പോലും ഒരുപക്ഷെ അതിനും അധികം സമയം നമ്മൾ എടുത്തേക്കും. പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിൽ ഇയാൾ ഈ കൃത്യം ചെയ്ത് പുറത്തിറങ്ങി. അത് അയാളുടെ ഒരു ആസൂത്രണം, ആ സമയത്ത് ആരുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ചെന്നത്. അതിൽ അയാൾ ഇയാൾ അതിവിദഗ്ധമായി നടത്തിയൊരു കവർച്ചയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും, അതും കയ്യിൽ വെറുമൊരു കറിക്കത്തി മാത്രം കരുതി ബാങ്കിലെത്തുന്നു, ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. ഈ പ്രതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അതായത് ബാങ്കിലെ പണം മുഴുവനായി എടുത്തുകൊണ്ട് പോകണമെന്ന ഉദ്ദേശം തനിക്കുണ്ടായിരുന്നില്ല, തനിക്ക് ആവശ്യമുണ്ടായിരുന്ന പണം കിട്ടിയപ്പോൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അതോടൊപ്പം ഇയാൾ പറഞ്ഞൊരു കാര്യം, ഒരു മൊഴിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ബാങ്ക് മാനേജർ മരമണ്ടനാണ്, കത്തി കാട്ടിയ ഉടൻ മാനേജർ മാറിത്തന്നെന്നും പ്രതിയായ റിജോ പോലീസിനോട് പറഞ്ഞതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇയാളുടെ ലക്ഷ്യം ഈ 15 ലക്ഷം രൂപ മാത്രമായിരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്?
ടോം, അതിൽ ഇയാൾ കയ്യിൽ കിട്ടിയ പണം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് പോവുക. അയാൾക്ക് അതിനകത്തേക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നതാണ്. കാരണം അയാൾക്കറിയാം അതിനകത്ത് സമയം അധികം ചെലവഴിച്ചാൽ അയാൾ പിടിക്കപ്പെടാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട് എന്ന് അയാൾക്ക് വളരെ കൃത്യമായി അറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കയ്യിൽ കിട്ടിയ എടുക്കാവുന്ന പരമാവധി പണം എന്ന രീതിയിൽ തന്നെ എടുത്തു. പക്ഷേ ഇയാൾ തന്നെ പറയുന്നുണ്ട് അവിടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണം കണ്ട് ഇയാൾ ആദ്യം അമ്പരന്ന് പോയെന്ന്. കാരണം 45 ലക്ഷത്തിൽ പരം രൂപ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും തുക കണ്ടപ്പോൾ ഇതിൽ നിന്ന് കിട്ടാവുന്ന എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചില്ല് അടിച്ച് തകർത്ത് കത്തി നീട്ടുകയും ചെയ്യുന്നു. അയാൾ പറഞ്ഞൊരു കാര്യം സത്യമാണ്. കാരണം ആ ഒരു കത്തിമുനയിൽ അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 8-10 സ്റ്റാഫുകൾ അത് പേടിച്ചു പോയി എന്ന് പറയുന്നു. ഒപ്പം 2 പേരെ പൂട്ടിയിട്ടു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇന്ന് തെളിവെടുപ്പിന് അതെല്ലാം തന്നെ അയാൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അയാൾ പറഞ്ഞു ആരെങ്കിലും തന്നെ എതിർക്കാനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ താൻ അവിടെ നിന്ന് ഓടിപ്പോകുമായിരുന്നു. കാരണം അതിനു മാത്രമുള്ളൊരു ധൈര്യമൊക്കെ അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. പക്ഷേ പൊടുന്നനെയുള്ളതായതുകൊണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇതിലൊരു ടൈം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2.5 മിനിറ്റ് കൊണ്ട് ഇയാൾ ഒരു ബാങ്ക് കവർച്ച ചെയ്ത് തിരിച്ചുപോയി. ഒരു കറിക്കത്തിയുമായി വന്ന ബാങ്ക് കവർ ചെയ്ത് തിരിച്ചുപോയി എന്നതാണ്. അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അയാൾ നടപ്പാക്കി എന്നതാണ് ആദ്യഘട്ടത്തിൽ ഈ മോഷ്ടാവ് വിജയിച്ചു നിൽക്കുന്ന ഒരു കാരണം. പക്ഷെ പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് ഈ റിജോ കവർച്ച നടത്തിയത്, എങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്? ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിലേക്ക് കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നത് ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങളുടെ മുഴുവൻ പോലീസും നിങ്ങൾക്ക് കണ്ടറിയാം. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം തൃശ്ശൂർ ജില്ല, റൂറൽ ജില്ലയുടെ ഈ ക്രൈം വർക്കുമായിട്ട് ഇടപെടുന്ന ഞങ്ങളുടെ മുഴുവൻ റാങ്ക് വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവരെല്ലാം പല സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ. ബാങ്കിൽ നേരത്തെ നല്ല ധാരണ ഉണ്ടായിരുന്നു. ബാങ്കിൽ വന്നു, നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ, സംശയമൊന്നുമില്ല. അതേപടി അദ്ദേഹം പറയും ചെയ്തത് ഇങ്ങനെയൊക്കെയാണ്. എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വേറെ രസം, ഇയാൾക്ക് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്. അയാൾ പറയുമ്പോൾ എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിലേ ഉള്ളൂ. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം അയാൾക്ക് നന്നായിട്ട് അറിയാം. ഉച്ചകാലത്ത് ബ്രേക്ക് ടൈം 2 to 2:30 അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായത്. അയാൾ പറയും 2 മുതൽ 2:30 ആരും കാണത്തില്ലെന്ന് അയാൾക്കറിയാം ഫെഡറൽ ബാങ്കിൽ. കാരണം അയാൾ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് അയാൾക്കൊക്കെ. ഇത് കോട്ടയിലെ ഫെഡറൽ ബാങ്ക്. പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോയി. ഇട റോഡിലൊക്കെ അയാൾ പോയിട്ടുണ്ട്. അയാൾക്കറിയാം പോലീസ് ചെക്ക് ചെയ്യും. വഴിയിൽ പോലീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള റൂട്ടെല്ലാം അയാൾ ഒഴിവാക്കി. പിടിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് അതിനാണ് അയാൾ ഇത്രയും ചെയ്തത്. കാരണം ഇത്ര പ്ലാൻഡ് ആയിട്ട് അയാൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? വണ്ടി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ചത് വീട്ടിൽ നിന്നാണ്. അയാളുടെ വീട്ടുമുറ്റത്തുനിന്നാണ് ഞാൻ കേൾക്കുന്നത്. അയാൾ വലിയ നിലയിൽ വലിയ വീടൊക്കെ വെച്ച് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വലിയ ആളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അയാളുടെ വീട് കണ്ടല്ലോ നിങ്ങൾ. വലിയൊരു വീടാണ്. വലിയ സൗകര്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അയാൾ വലിയ ആളായിട്ട്. കാരണം ഭാര്യ പുറത്താണ്, വലിയ ജോലിയുണ്ട്. അയാൾ ആക്ച്വലി ഞെട്ടിപ്പോയി. അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് വിചാരിച്ചില്ല. ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, ഈ തൃശ്ശൂർ റൂറൽ SP സൂചിപ്പിക്കുന്ന പോലെ വലിയ ആഡംബര ജീവിതം നയിക്കുന്ന അതിസമ്പന്നനായിട്ടുള്ള ഒരു പ്രതിയാണ്. ഒരു ചെറിയൊരു തുക, അയാളെ സംബന്ധിച്ച് ഒരു 10 ലക്ഷത്തിൽ താഴെ മാത്രം തുക തട്ടിയെടുക്കാൻ വേണ്ടി, അയാളുടെ കടം വീട്ടാൻ വേണ്ടി ഈ രീതിയിലൊരു കവർച്ച നടത്തുന്നു. ഒടുവിൽ പോലീസിന്റെ പിടിയിലാകുന്ന ഒരു അവസ്ഥ. ഈ ഒരു കേസ് പരിശോധിച്ചാൽ തുടക്കം മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ റിജോയുടെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഹിന്ദി സംസാരിക്കുന്നു, അങ്ങനെ ഇതര സംസ്ഥാനക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ഇയാൾ പോകുന്ന വഴി, അതായത് കൊച്ചിയിലേക്ക് എറണാകുളത്തേക്ക് പോകുന്ന വഴി പലയിടത്തും വെച്ച് അയാളുടെ വസ്ത്രം മാറുന്നുണ്ട്. പിന്നീട് ഏകദേശം 500ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. എവിടെയാണ് യഥാർത്ഥത്തിൽ റിജോയ്ക്ക് പിഴച്ചത് ഡാനി? ടോം, ഇക്കാര്യത്തിൽ റിജോ വളരെ ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് പോയി എന്നൊരു വസ്തുത തന്നെയാണ്. പക്ഷേ എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ തന്നെ അതിസൂക്ഷ്മമായ ഒരു പിഴവ് അവിടെയും ഉണ്ടായിരുന്നു. ഈ വസ്ത്രം മാറുന്നതിനൊപ്പം ഇയാൾക്ക് അങ്ങനെ ഒരു മാറ്റം വരുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷേ പോലീസ് നിരന്തരമായി പരിശോധിച്ച CCTV ദൃശ്യങ്ങൾ, ആ വാഹനം കേന്ദ്രീകരിച്ച്, എൻഡോർക്ക് എന്ന് പറയുന്ന വാഹനം കേന്ദ്രീകരിച്ച പോലീസ് പരിശോധന നടത്തുന്നു. അതിൽ പതിഞ്ഞ CCTV ദൃശ്യങ്ങളിലെല്ലാം തന്നെയും പോലീസിന് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിൽ ഇയാൾ ധരിച്ചിരുന്ന ഷൂസ്
അത് ഈ വാഹനത്തിൻ്റെ ഈ ഓടിക്കുന്ന ആളുടെ വസ്ത്രത്തിൻ്റെ നിറം മാറുന്നുണ്ട്. പക്ഷേ ആ ഷൂസിൻ്റെ വൈറ്റ് സോളുള്ള ആ ഷൂസ് എല്ലാത്തിലും തന്നെ പല സമയത്തിലായി ഇയാൾ കടന്നു പോകാനിടയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് ഇതിൻ്റെ ഒരു സമയവും കാര്യവും എല്ലാം തന്നെ ക്രമീകരിച്ച് ഇയാൾ കടന്നു പോകാനിടയുള്ള ഒരു കാര്യങ്ങൾ അതിൽ മനസ്സിലായത് ഇയാൾ പോയിട്ട് തിരിച്ചു വന്നു എന്നതാണ്. അങ്കമാലി ഭാഗത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പോലീസിന് മനസ്സിലായി ഇയാൾ തൃശ്ശൂർക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായി. ഇവിടെയുള്ള ആൾ തന്നെയാണ്, ഇത് കബളിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ്. പിന്നീട് ഈ പ്രത്യേക ഈ വാഹനത്തിൻ്റെ ബ്രാൻഡ് കേന്ദ്രീകരിച്ച് അത് ഈ മേഖലയിൽ ആർക്കൊക്കെ ഉണ്ട് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വളരെ കൃത്യമായൊരു വിവരശേഖരണം വളരെ പെട്ടെന്ന് പോലീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സമയത്ത് ഇവിടേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇയാളെക്കുറിച്ച് ഇതിൻ്റെ വാഹന ഉടമകളെ സംബന്ധിച്ചുള്ള ഒരു വിവരവും എല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. അവരുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിക്കും. അങ്ങനെ വന്നപ്പോൾ അതിലും പിന്നീട് കുറെ കൂടി കേന്ദ്രീകൃതമായി കുറച്ച് പേർ കൂടി മാത്രമായി ആ സർക്കിൾ ഒതുങ്ങുകയും ചെയ്യുന്നു. ആ വാഹന ഉടമകളുടെ എത്ര പേർ ഈ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സമയത്ത് ഉണ്ടായിരുന്നു എന്ന ഒരു ചുരുക്കത്തിലേക്ക് വീണ്ടും വരികയും ചെയ്തപ്പോൾ റിജോയിലേക്കാണ് അത് ഈ വാഹന ഉടമയിലേക്കാണ് കൂടുതൽ വന്നത്. അങ്ങനെ ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തുകയും വീടിന് പരിസരത്തും എല്ലാം തന്നെ ചുറ്റുപാടുകളിലും അന്വേഷണം നടത്തുകയും ഇയാളെക്കുറിച്ചുള്ളൊരു വിവരശേഖരം നടത്തുന്നു. കടമുള്ള ആളാണ്, സാമ്പത്തിക പ്രയാസങ്ങളും അത്തരം കാര്യങ്ങളുമുള്ള ഒരാൾ തന്നെയാണ് എന്ന രീതിയിലേക്ക് അന്വേഷണവും വരികയും ചെയ്യുന്നു. പിന്നീട് പോലീസ് ഇവിടെ രഹസ്യ നിരീക്ഷണം നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നു. വാഹനം അവിടെ ഇയാൾക്ക് ഈ വാഹനമുണ്ട്, വാഹനം അവിടെയുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനത്തിൽ ചില മോഡിഫിക്കേഷൻ അതിൻ്റെ റിയർ വ്യൂ അടക്കം മാറ്റി വെച്ചതായിട്ടും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാളിലേക്ക് നേരിട്ട് ചെല്ലാനായിട്ട് പോലീസ് തീരുമാനിക്കുന്നു. ഒരു പരമാവധി വിവരം പോലീസ് ശേഖരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോലീസ് സംഘം ഇരച്ചെത്തുന്നത്. ഇയാൾ ഒരു പ്രതിരോധവും സൃഷ്ടിക്കാതെ തന്നെ ഇതിൽ സമ്മതിക്കുകയായിരുന്നു എന്നതാണ്. കാരണം അത് കൃത്യമാണ്. കാരണം ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ബാങ്കിൽ എതിർത്തിരുന്നെങ്കിൽ ഇയാൾ ആ ശ്രമം ഉപേക്ഷിക്കുമായിരുന്നു. അത്രത്തോളമേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലാനിങ് എല്ലാം ഉണ്ടായിരുന്നു, അതിൻ്റെ എക്സിക്യൂഷനിലെല്ലാം മികച്ചു നിന്നിരുന്നെങ്കിലും അതിനെ മറികടക്കുവാനുള്ളൊരു ധൈര്യത്തിലേക്കൊന്നും പോകാനുണ്ടായിരുന്നില്ല. വലിയൊരു പ്രൊഫഷണൽ ഉള്ള ഒരാളല്ല ഇത് ചെയ്തതെന്ന പോലീസിൻ്റെ ആ നിരീക്ഷണം വളരെ കൃത്യമാവുകയായിരുന്നു. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തന്നെ അന്ന് തന്നെ 12 ലക്ഷം രൂപ കണ്ടെടുക്കുകയും ചെയ്തു. ഇയാൾ കടം വീട്ടാൻ വേണ്ടി മറ്റൊരാൾക്ക് അന്നനടയിലുള്ള ഒരാൾക്ക് ആ പണം കടം കൊടുത്തിരുന്നു. 2,90,000 രൂപ അയാളിൽ നിന്ന് കടം വാങ്ങിയിരുന്നു, അത് തിരികെ കൊടുത്തു. ആ പണവും അന്ന് രാത്രി തന്നെ പോലീസിൻ്റെ പക്കലേക്ക് ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് ഇയാൾ തന്നെ കൊണ്ടുവന്നു. ഇയാൾ ഈ റിജോ ഏൽപ്പിച്ച പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്തു. പോലീസ് ഇന്നിപ്പോൾ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് അത് അയാളുടെ വീട്ടിലെത്തി സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ മോഷ്ടിക്കപ്പെട്ട 15 ലക്ഷം രൂപയിൽ 14,90,000 രൂപ ഇത് കണ്ടെടുക്കാനായിട്ട് സാധിച്ചു. ബാക്കി 10,000 രൂപ ഇയാൾ തന്നെ പറഞ്ഞു അത് സ്ഥിരമായൊരു മദ്യപാനിയാണ്, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി ഇയാളത് ചെലവഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ കേരള പോലീസിനെയും മൊത്തം സമൂഹത്തെ എല്ലാം തന്നെ ഈ വട്ടം കറക്കിയ ഒരു രീതിയായിരുന്നു എന്ന് പറയാം. അത് കുറച്ച് ദിവസങ്ങൾ വ്യക്തമാണ്. ഡാനിപ്പോൾ സൂചിപ്പിച്ചത് കേരള പോലീസിനെ വട്ടം ചുറ്റിച്ച കേസിലാണ് 2 ദിവസത്തിന് ശേഷം ഈ കവർച്ചാ കേസിലെ തൃശ്ശൂരിലെ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോയെ പിടികൂടാൻ കഴിഞ്ഞത്. ഇയാളുടെ അതിബുദ്ധിയാണ് റിജോയെ കുടുക്കിയത്. ആഡംബര ജീവിതമാണ് റിജോയുടെ ജീവിതം തന്നെ തകർത്തത്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയാണെന്ന് വ്യക്തമാക്കി കുറ്റപത്രം തയ്യാറാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, 2016 ജനുവരി 28 തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന സംഭവമാണ്, പീഡനമാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 8 വർഷത്തിന് ശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പരാതിയുമായി യുവതി പോലീസിനെ സമീപിക്കുന്നത്. പക്ഷേ ഇതിൽ വലിയ നിയമ പോരാട്ടങ്ങൾ, അതായത് സുപ്രീം കോടതി വരെയുള്ള നിയമ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നീട് സിദ്ദിഖിന് സുപ്രീം കോടതി ജാമ്യമൊക്കെ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ സിദ്ദിഖ് ഈ ബലാത്സംഗം ചെയ്തു എന്ന് തന്നെ വ്യക്തമാക്കിയുള്ള പോലീസിന്റെ കുറ്റപത്രം, എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്? ടോം, പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ മുഴുവൻ ഖണ്ഡിക്കുകയാണ് അന്വേഷണ സംഘം. പ്രധാനമായും ഇതിൽ 2016 കേസിനാസ്പദമായ സംഭവം നടക്കുമ്പോൾ സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നെന്നും അവിടേക്ക് യുവനടി എത്തിയെന്നുമുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. ഈ കാര്യമാണ്
ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കോടതിയുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു. അതിൽ മൊഴികളുടെ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ സാഹചര്യം ഉൾപ്പെടെയാണ് പറയുന്നത്. ആദ്യം സിനിമയുടെ പ്രിവ്യൂവിന് വേണ്ടിയാണ് സിദ്ദിഖ് തിരുവനന്തപുരത്ത് എത്തുന്നത്. അതിനു മുൻപ് തന്നെ യുവനടിയുമായി ഫേസ്ബുക്കിലൂടെ പരിചയമുണ്ടായിരുന്നു. ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമയുടെ പ്രദർശനം നടന്ന തിയേറ്ററിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് മാസ്കോട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു. അവിടെ ലൈംഗിക പീഡനം നടന്നു എന്നാണ് പരാതി. അവിടെയുള്ള മൊഴി, ആ രജിസ്റ്റർ, ജീവനക്കാരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, ഇതെല്ലാം തന്നെ കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം യുവനടിയാകട്ടെ ഒരു ഡോക്ടറിൽ നിന്ന് ചികിത്സ തേടിയിരുന്നു. ഈ ഡോക്ടറുടെ മൊഴി അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ്. ഈ പറയുന്ന കാലഘട്ടത്തിൽ 2016 ജനുവരിയിൽ ഡോക്ടറുടെ മൊഴി, ആ സമയത്ത് ചികിത്സയ്ക്ക് എത്തിയിരുന്നു, യുവതി എത്തിയിരുന്നു എന്നുള്ള മൊഴി, അത് കൃത്യമായി കുറ്റപത്രത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തുന്നു. കാലതാമസമുണ്ടായി എന്നതാണ് സിദ്ദിഖ് പറയുന്നത്. അതായത് പരാതി കൊടുക്കുന്നതിന് കാലതാമസമുണ്ടായി എന്ന വാദം, ആ വാദം കൂടി തള്ളിക്കളയുകയാണ്. കാരണം പലപ്പോഴായി യുവനടി ഫേസ്ബുക്കിലൂടെയും മറ്റും ഈ വിവരം പുറത്തു പറഞ്ഞിരുന്നു. ആ സമയത്ത് FIR രജിസ്റ്റർ ചെയ്യാതെ പോയത് ഒരുപക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് ആ യുവനടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് എത്താതിരിക്കുകയോ അല്ലെങ്കിൽ അന്ന് രേഖാമൂലം ഒരു പരാതി നൽകാതിരിക്കുകയോ ചെയ്തു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ അതിലെല്ലാം തന്നെ FIR രേഖപ്പെടുത്താൻ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം പല പോലീസ് സ്റ്റേഷനുകളിലായി ഇത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ആ കേസുകളെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഏറ്റെടുക്കുകയും ചെയ്തു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള റിപ്പോർട്ടാണ്, കുറ്റപത്രമാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇത് ചെല്ലുമ്പോൾ സ്വാഭാവികമായും അത് നടന് വലിയ തലവേദനയായി മാറും, വലിയ കുരുക്കായി മാറും എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി വരെ നീണ്ട ഒരു നിയമ പോരാട്ടമാണ്. ഹൈക്കോടതിയിൽ നിന്ന് പോലും സിദ്ദിഖിന് ജാമ്യം ലഭിച്ചിരുന്നില്ല. ദീർഘകാലം ഒളിവിൽ പോകേണ്ടി വന്നിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിക്കുകയും പിന്നീട് ഈ ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തണം എന്ന അതാണ് വിനോദ്. കാരണം സുപ്രീം കോടതി ഈ കേസിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഒരു പരിധിവരെയും ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായത് എന്നൊരു ചോദ്യമൊക്കെ ഉന്നയിച്ചതാണ്. പക്ഷെ ഇവിടെ വിനോദ് സൂചിപ്പിക്കുന്നത് പോലെ, പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ, ഈ ഓരോ ഘട്ടങ്ങളിലും പരാതിക്കാരി ഡോക്ടറെ അടുത്ത് പോയി ചികിത്സ തേടിയതും പിന്നീട് ഫേസ്ബുക്കിലെ ഓരോ പോസ്റ്റുകളും അടക്കം അക്കമിട്ട് നിർത്തിക്കൊണ്ടുള്ള കുറ്റപത്രമാണ്. അതായത് സിദ്ദിഖിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ സിദ്ദിഖിനെ പൂർണ്ണമായും കുടുക്കുന്ന ഒരു കുറ്റപത്രം തന്നെയല്ലേ, കേസിൽ കുടുക്കുന്ന ഒരു കുറ്റപത്രം തന്നെയല്ലേ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്? ടോം, നമുക്ക് അങ്ങനെ തന്നെ കരുതാം. കാരണം മുകേഷിനെതിരെയോ അല്ലെങ്കിൽ മണിയമ്പിള്ള രാജുവിനെതിരെയോ ജയസൂര്യക്കെതിരെയോ ഒക്കെ വന്ന പരാതികളുണ്ട്. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള ഒരു പരാതിയായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. കാരണം ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്തു എന്ന യുവതിയുടെ മൊഴി. അതിനപ്പുറത്തേക്ക് ഈ ചികിത്സ തേടിയ കാര്യങ്ങൾ, ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയിരുന്നു, അതെന്തായിരുന്നാലും വ്യാജമായി സൃഷ്ടിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ആ ഘട്ടത്തിൽ ചികിത്സ തേടിയതാണ്. അങ്ങനെ ചികിത്സ തേടിയിരുന്നു എന്ന ഡോക്ടറിൻ്റെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ഇത്രയും വർഷമാകുന്നു ഇതിൽ പ്രതിഭാഗം ഉന്നയിക്കുന്നത് പോലെ പരാതി നൽകാൻ കാലതാമസമുണ്ടായി അല്ലെങ്കിൽ കേസെടുക്കാൻ കാലതാമസമുണ്ടായി എന്ന് പറയുമ്പോൾ പോലും ആ സമയത്ത് ചികിത്സ നേടിയ കാര്യവും ആ ഡോക്ടറുടെ വിശദാംശങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു മൊഴി അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ കുറ്റപത്രത്തിൽ ചേർക്കുമ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയാകും. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് പുറത്തേക്ക് പോകേണ്ടി വന്നത് പോലും ഇത്തരമൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭാരവാഹിത്വം ഒഴിയുകയും പിന്നീട് സംഘടന നിശ്ചലാവസ്ഥയിൽ പോവുകയും ഒക്കെയും ചെയ്ത സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും ഈ നടന്മാർക്കെതിരെയുള്ള വെളിപ്പെടുത്തലിൽ ഏറ്റവും ഗൗരവ സ്വഭാവത്തിൽ വന്നൊരു വെളിപ്പെടുത്തലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരം വെളിപ്പെടുത്തലുകളിൽ കൂടി പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ അതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു 2016 നടന്ന സംഭവത്തിൽ 2018 19 തുടർന്നുമൊക്കെയും പലപ്പോഴായി ഇങ്ങനെ വെളിപ്പെടുത്തൽ ഈ നടി നടത്തിയെങ്കിൽ കൂടി അതിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല. അതിൽ സർക്കാർ നൽകുന്നൊരു വിശദീകരണം, ഇത് അന്ന് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല രേഖാമൂലം ഒരു പരാതിയായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോയി എന്ന കാര്യമാണ്. പിന്നീട് ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അതിൽ FIR എടുക്കുകയും
മൊഴി നൽകാൻ താല്പര്യമുള്ളവരിൽ നിന്നൊക്കെയും ആ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ വെളിപ്പെടുത്തൽ നടത്തിയ പലരും പിന്നീട് മൊഴി നൽകാൻ എത്തിയില്ല എന്ന ഒരു കാര്യം കൂടി ഒരു വശത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഈ നടി കൃത്യമായി എത്തുകയും മൊഴി നൽകുകയും നിയമപോരാട്ടം തുടരുകയും ചെയ്യുമെന്ന് കൃത്യമായി പറയുകയും ചെയ്ത കാര്യമാണ്. ഏതായിരുന്നാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ഇങ്ങനൊരു കുറ്റപത്രം, അത് ക്രൈംബ്രാഞ്ച് മേധാവി ഈ കുറ്റപത്രത്തിന് അനുമതി നൽകണം. അതിനുശേഷമായിരിക്കും കോടതിയിലെത്തുക. നിയമപരമായ പോരാട്ടം നടൻ തുടരേണ്ടി വരും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ടോം, യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ബി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ, പീഡിപ്പിച്ച കേസിൽ സിദ്ദിഖ് കുറ്റക്കാരനാണ്. സിദ്ദിഖിന്റെ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തലുള്ളത്. സിദ്ദിഖിനെതിരായിട്ടുള്ള തെളിവുകൾ അക്കമിട്ട് നിരത്തുന്നതാണ് പോലീസിന്റെ കുറ്റപത്രം. സംസ്ഥാനത്ത് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും ഈ തൊഴിൽ മേഖലകളിലെ തൊഴിൽ ചൂഷണവും ജാതി അധിക്ഷേപവും ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഒരു ജീവനക്കാരന്റെ പരാതിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് കേരളം ചർച്ച ചെയ്തത്. ബാങ്കിലെ ജീവനക്കാരനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു. ചീഫ് റീജിയണൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. പരാതി നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരന്റെ ഭാര്യ ആരോപിച്ചു. മറ്റാർക്കെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ആ ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങളാണ്. മറ്റാർക്കെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. സഹപ്രവർത്തകരോടൊക്കെ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് എങ്ങനെയും നീ സഹിച്ചു നിൽക്കുന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. കാരണം എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ട്രാൻസ്ഫറും സസ്പെൻഷനാണ്. ബാങ്കിന് ഇതുപോലെ ഈ അടുത്ത കാലത്ത് തന്നെ ഇതുപോലെ ഒരു ഓഫീസർ ബാങ്കിനെതിരെ ഒരു ഇഷ്യൂ പറഞ്ഞതിന്റെ പേരിൽ അയാളെ സപ്പോർട്ട് ചെയ്ത 2 ഓഫീസറിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ പിന്നെ വേറെ ഒരു ഇഷ്യൂ, ഈ നമ്മുടെ ഇഷ്യൂവിൽ തന്നെ അവരെയും കൂടെ പെടുത്തി സസ്പെൻഷൻ ചെയ്ത് അവരെ പിന്നെയും ട്രാൻസ്ഫർ ചെയ്തേക്കാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആരും ബാങ്കിനെതിരെ പറഞ്ഞുകൊണ്ട് വരത്തില്ല. ഇവിടെ പ്രധാനമായിട്ടും AGM കശ്മീർ സിംഗ് ആണ്. അദ്ദേഹമാണ് ആളോട് ചായ വാങ്ങിച്ചു തരിക, പലഹാരം വാങ്ങിച്ചു കൊണ്ടുവരിക. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജറാണ്. ആളോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആറോയിൽ കുറേ ചെടിയൊക്കെ ഉണ്ട്, അതിന് വെള്ളം ഒഴിക്കുക, അതിൻ്റെ സ്ഥാനം മാറ്റി വെക്കുക, രാത്രി ആകുമ്പോഴത്തേക്കും കീടനാശിനി അടിച്ചിട്ട് പോവുക. പിന്നെ ആളുടെ വൈഫിന് വേണ്ടിയിട്ട് വേറൊരു ബാങ്കിൻ്റെ പാസ്ബുക്ക് റെഡിയാക്കാനായിട്ട് വിടുക. മകള് അവധിക്ക് വന്നപ്പോൾ മകളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പറയുക. പിന്നെ ഇതുപോലെ ഇതൊക്കെ വർക്കിംഗ് അവേഴ്സിലാണ്. അതിന് ആളുടെ എന്തോ പാൻറ് വാങ്ങിക്കാനാ കൂട്ടിന് വരണമെന്നും പറഞ്ഞ് ഹസ്ബൻഡിനെ വേറെ 2 പേരും കൂടെ കൂട്ടിയിട്ട് ലുലുവിൽ പോയതിന് ശേഷം ആളുടെ പാൻറ്റിന് അളവെടുക്കാൻ അവിടുത്തെ സെയിൽസ്മാൻ തുടങ്ങിയപ്പോൾ ഇയാൾ എടുക്കണ്ട, നീ എടുത്താൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് അളവെടുപ്പിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇത് ഇനി സസ്പെൻഷൻ ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മളിത് ചാർജ് ഷീറ്റ് വാങ്ങിക്കാൻ പോയപ്പം നിതീഷ് കുമാർ സിൻഹ എന്ന് പറഞ്ഞ ആള് ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ പറയുന്ന ഭീഷണിയൊക്കെ പറഞ്ഞത്. നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നീ അനുഭവിക്കും എന്നുള്ള രീതിയിലും എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ കൊണ്ട് കാല് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കേസ് അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അധികൃതർ രംഗത്തെത്തി. ബാങ്കിലെ ഏതെങ്കിലും അംഗീകൃത യൂണിയനിൽ നിന്നടക്കം പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാതി. പോലീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും ബാങ്ക് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേർന്നു. നവമി, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള പല ബാങ്കിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല ബാങ്ക് ജീവനക്കാരോട്, ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയുന്നത് ഈ ബാങ്ക് മേഖലയിലെ തൊഴിലിടത്തെ വലിയ തൊഴിൽ സമ്മർദ്ദവും ഉദ്യോഗസ്ഥരുടെയും തൊഴിൽ ചൂഷണത്തെക്കുറിച്ചൊക്കെ പലരും നമ്മളോട് പരാതിപ്പെടാറുണ്ട്. ഇവിടെയും ഈ പരാതിക്കാരന്റെ ഭാര്യ ആരോപിക്കുന്നതനുസരിച്ച് തൊഴിൽ ചൂഷണം അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അവരുടെ പരാതിയിൽ പറയുന്നത്? നിലവിൽ ഈ ബാങ്ക് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. പോലീസിന്റെ ഈ കേസിൽ, സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ടോം, ഇതിൽ 2 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചി റീജിയണൽ ഓഫീസ് DGM നിതീഷ് കുമാർ സിൻഹ, AGM കശ്മീർ സിംഗ് എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ അസിസ്റ്റന്റ് മാനേജറായിട്ടുള്ള മലയാളിയായ യുവാവ് പറയുന്നത് താനൊരു SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. തനിക്കെതിരെ ഗുരുതരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ട്. ഈ കൃത്യമായി തന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക്, അതായത് കുടുംബവുമായി ബന്ധപ്പെട്ടതും ഭാര്യയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ ആവശ്യത്തിന് വേണ്ടി കൂടെ പോവുക, അല്ലെങ്കിൽ ഈ മാനേജറുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഷോപ്പിങ്ങിനൊക്കെ തന്നെ കൂട്ടിക്കൊണ്ടു പോവുക, ഇത് എതിർത്ത് കഴിഞ്ഞാൽ തന്നെ ഭീഷണിപ്പെടുത്തുക, തന്നെ സ്ഥലം മാറ്റിക്കുക,
തന്റെ അലവൻസ് പിടിച്ചുവെക്കുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം മുളന്തുരുത്തി പോലീസിന് പരാതി നൽകിയിരുന്നു. ആ പരാതി നൽകാനുള്ള ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ തന്റെ ജാതിയുമായി ബന്ധപ്പെട്ട അധിക്ഷേപം തുടരുന്ന ഒരു സാഹചര്യത്തിൽ പരാതി നൽകിയിരുന്നു. അന്ന് ഇത്തരത്തിലുള്ള ഒരു ആവർത്തിച്ചാൽ താൻ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ മാനേജർ തന്നെ മർദ്ദിച്ചിരുന്നു എന്ന് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് പരാതിക്കാരൻ പറയുന്നുണ്ട്. അതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. ആശുപത്രിയിൽ നിന്നാണ് മുളവുകാട് പോലീസിനെ ഈ പരാതി പോവുകയും ചെയ്തത്. പക്ഷെ അതിന് ശേഷം തനിക്ക് ഭീഷണി ഉണ്ടായി. തന്റെ ജോലിയൊക്കെ തെറിപ്പിക്കും അല്ലെങ്കിൽ തന്നെ ട്രാൻസ്ഫർ അടിച്ച് തന്റെ ജോലിയൊക്കെ രാജിവെപ്പിക്കുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആ പരാതി പിൻവലിക്കുന്ന സാഹചര്യമായിരുന്നു. വീണ്ടും പരാതിയുമായി എത്തിയത് ഈ യുവാവിന് ഹൈദരാബാദിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. താൻ ഇനി സ്ഥലം മാറ്റം കിട്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഗുരുതരമായിട്ടുള്ള പീഡനം തനിക്ക് ഏൽക്കേണ്ടി വരും. അതിനുശേഷം താൻ ജോലി രാജിവെച്ച് തന്റെ ജോലി വരെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമെന്ന ഭീഷണി തുടർന്നാണ് ഇപ്പോൾ വീണ്ടും പരാതിയുമായി എത്തിയിരിക്കുന്നത്. ഇതിൽ പോലീസിന്റെ വിശദീകരണം, പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസിന്റേതായിട്ടുള്ള വിശദീകരണം പറയുന്നത് ഇതിൽ ഈ പരാതിക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ള കശ്മീർ സിംഗ് ഈ മാനേജറും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ കേസ് എടുക്കാൻ കഴിയില്ല. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെ പരാതിക്കാരൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ കേസെടുക്കാൻ വകുപ്പില്ല എന്നുകൂടി പറയുന്നുണ്ട്. മറ്റൊന്ന് DGM നിതീഷ് കുമാർ സിൻഹയ്ക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ കഴിയില്ല. മറ്റൊന്ന് ഈ സ്ഥലമാറ്റമാണ്. അതിൽ പോലീസിന് ഇടപെടാൻ കഴിയില്ല. അത് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് മാത്രമേ അതിലൊരു ഇടപെടൽ ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ പരാതിക്കാരന് നീതി കിട്ടുന്നത് വരെ ആ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകും. ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്നാണ് സെൻട്രൽ പോലീസ്. നമ്മൾ കഴിഞ്ഞ ദിവസം കയർ ബോർഡിൽ ഒരു ജീവനക്കാരുടെ ആത്മഹത്യ മരണവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള തൊഴിൽ ചൂഷണത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെയും ഈ കയർ ബോർഡിലെ ഈ ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കയർ ബോർഡ് സ്വീകരിച്ചത്. ഇവിടെ ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ വാർത്താക്കുറിപ്പിലും ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന സമീപനം, ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉയർന്നു വന്ന ഒരു പരാതി എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ബാങ്കും പോലീസും ഒക്കെ ഈ ആരോപണ വിധേയരെ, ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണോ? പോലീസിന്റെ ഭാഗത്ത് നിന്നും പറയുന്നത് അവർക്ക് എടുക്കേണ്ട നടപടികളൊക്കെ അവർ സ്വീകരിച്ചു കഴിഞ്ഞു. അതായത് ഈ സിൻഹയ്ക്കാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ പരാതിക്കാരന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകുന്ന വിശദീകരണം. ബാങ്ക് ഇവരെ സംരക്ഷിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പാണ് പുറത്തിറക്കിയത്. അതിൽ പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു പരാതിയുമായി എത്തിയിരിക്കുന്നത്. പരാതിയോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെങ്കിൽ, കേസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എങ്കിൽ ഇതിലെ പറയുന്ന ആരോപണങ്ങളെ തള്ളുകയാണ്. ഒപ്പം പറയുന്നത് ഈ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിലെ മറ്റു ജീവനക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ SC/ST യൂണിയൻ ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട യൂണിയൻ, ബാങ്കിൽ തന്നെ പരാതി നൽകാനുള്ള ഒരു കംപ്ലൈന്റ് കമ്മിറ്റിയുണ്ട്. അതിലൊന്നും ഈ പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പകരം നേരെ പോലീസിനോടാണ് പരാതി പറയുന്നത്. ഇതിലൊക്കെ കൃത്യമായ ഒരു ആസൂത്രണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ട ഉണ്ടോ എന്ന് കൂടി സംശയിക്കുന്നു എന്നാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന മറുപടി. പക്ഷേ നമുക്കറിയാം ടോം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോളിയുടെ മരണത്തിനൊക്കെ ഇടയാക്കിയത് ഈ മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരിക്കുന്ന സാഹചര്യമാണ്. അതിനു മുൻപ് തന്നെ നമുക്കൊരു പെൺകുട്ടി, EY കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മരണവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിൽ വലിയ രീതിയിൽ ആ കുട്ടി മാനസിക സമ്മർദ്ദം ഏറ്റിരുന്നു എന്നൊക്കെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഡോക്ടർമാർ വരെ ഈ കുട്ടിയുടെ മാനസിക സമ്മർദ്ദത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നതുമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പരാതി അല്ലെങ്കിൽ മാനസിക പീഡനം ജോലി സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു കേസാണ്
സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 2 പ്രതികൾക്ക് പരോളിന് നീക്കം. 8-ാം പ്രതി സുബീഷ്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷ നൽകിയത്. ജീവപര്യന്തം ശിക്ഷ വിധിച്ച് 1 മാസം തികയും മുൻപാണ് പ്രതികൾക്ക് പരോൾ നൽകാനുള്ള നീക്കം നടക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളുടെ പരോൾ അപേക്ഷയിന്മേൽ അധികൃതർ നടപടി ആരംഭിച്ചു. പാർട്ടി മാത്രമല്ല സർക്കാർ തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നത് അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കലാണെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, നമ്മൾക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത്രയും കാലം ഇതിനു വേണ്ടി ഇവരെ ജയിലിലിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചു. നിയമവശമായി എല്ലാ അങ്ങേയറ്റം വരെ പോയി ഇവർക്ക് കിട്ടിയൊരു ശിക്ഷ. ഇപ്പോൾ സർക്കാർ എന്ത് വെച്ചാൽ ഇതിനെ അവരെ രക്ഷപ്പെടുത്താൻ അന്നു മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ്. ഇപ്പൊ അവസാന ഘട്ടത്തിൽ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഇവർ ശിക്ഷ കിട്ടിയ സമയത്തും സർക്കാരിന്റെ ഉദ്ദേശം ഇവരെ എങ്ങനെയും പുറത്തിറക്കുക. അതായത് CPM-നെ പുറത്തിറക്കിയില്ലെങ്കിൽ ഇവർക്ക് ആളുണ്ടാവൂല കൊല്ലാൻ. അപ്പൊ ഇവരെ ഇനിയിപ്പോ നാട്ടിലിടി കൊന്നൊടുക്കണമെങ്കിൽ ഇവർക്ക് സംരക്ഷണം കൊടുത്തേ പറ്റൂ അവർക്ക്. അതാണ് ഇവരെ ഒരു സർക്കാരിന്റെ നയം. ഒരു പാർട്ടി മാത്രമല്ല, ഇത് നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു നീച പ്രവൃത്തിയല്ലേ ഈ സർക്കാർ ചെയ്യുന്നത്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതാണോ? ഇപ്പോൾ 1 മാസമായതേ ഉള്ളൂ അവർക്ക് ശിക്ഷ ലഭിച്ചിട്ട്. ജയിലിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും P. ജയരാജൻ അവിടെ സ്വാഗതം ചെയ്തില്ലേ, അവർ വരവേറ്റതല്ലേ ജയിലിലേക്ക്. അപ്പോൾ P. ജയരാജൻ അവിടുത്തെ ഉപദേശക സമിതി അംഗമാണെന്ന് തോന്നുന്നു. അപ്പൊ ഇയാളെ തീരുമാനിക്കും. ഇനിയിപ്പോ ഇവർക്ക് TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്ര 1000 ദിവസം മറ്റ പരോൾ നൽകിയ സർക്കാരല്ലേ ഇത്. അപ്പൊ എങ്ങനെയെങ്കിലും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനും അവരെ സംരക്ഷിക്കാനുള്ള ഒറ്റ തീരുമാനത്തിലാണ് സർക്കാർ പോകുന്നത്. കുടുംബം എന്താണ് ഇതിന് നമ്മൾ മുന്നോട്ട് അല്ല, നമ്മൾക്ക് നിയമപരമായിട്ട് എന്തോ ചെയ്യാൻ പറ്റും എന്നല്ലാതെ നമ്മൾ എന്താ ചെയ്യും? സർക്കാരിൽ തീരുമാനിക്കേണ്ടത്. സർക്കാർ ഇതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ എന്താ ജനങ്ങൾ ചെയ്യുക? ഇനിയിപ്പോ ജനരോഷം ഉണ്ടാകുന്നല്ലാതെ കൊണ്ട് ഈ സർക്കാരിനെ കുറിച്ച് ഒരു ബോധ്യം പൊതുജനങ്ങൾക്ക് മൊത്തത്തിൽ വരും എന്നല്ലാതെ കണ്ട് നമ്മൾക്ക് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. സർക്കാർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണോ അത്? ഇവരെ ഒക്കെ അവരെ ജയിലിലിട്ടിട്ട് ഈ ക്രിമിനലുകളെ അവരെ തെറ്റ് കണ്ടവരെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു സർക്കാർ നേരെ തിരിച്ച് ഇവരെ രക്ഷിക്കാൻ നോക്കുക എന്ന് വെച്ചാൽ എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു അവസ്ഥയാണ് ഈ കേരളത്തിൻ്റെത്. ഇവരെ കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിയമപരമായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യാന്നല്ലാതെ ബാക്കി ചെയ്യേണ്ടത് സർക്കാരാണ്. അവരിതിന് കൂട്ടുനിന്നാൽ നമ്മുടെ ഈ കേരള ജനത ഉറ്റുനോക്കുന്ന ഇവരുടെ അവസ്ഥ കണ്ട് സഹതപിക്കാനേ കാര്യമുള്ളൂ. പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവർ റിപ്പോർട്ട് ഏത് രീതിക്കാണ് ഇവര് ജയിൽ അധികൃതർ റിപ്പോർട്ട് കൊടുത്തതെന്നറിയില്ല. അതിനെ എങ്ങനെ പരിഗണിക്കും സർക്കാർ എന്നറിയില്ല. മിക്കവാറും അത് നമുക്ക് ഒരു മനസ്സിൽ ഉറപ്പുണ്ട്. എന്താ പറഞ്ഞാൽ അങ്ങനെ വിടൂല ഒരു കുറ്റവാളിയെ അത്ര പച്ചയായി ഈ പൊതുജനത്തിന്റെ മുമ്പിലേക്ക് ഇളക്കൂല എന്നുള്ളൊരു വിശ്വാസം ഈ സർക്കാരിന്റെ പേരിലുണ്ട്. പക്ഷെ അതും ചെയ്തു കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം. കാസർഗോഡ് നിന്നും വിശദാംശങ്ങളുമായി ബൈജു, ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി കൊല നടത്തിയാലും അവർക്ക് സ്വൈരവിഹാരം പുറത്തിറങ്ങി നടക്കാവുന്ന സാഹചര്യം ഈ നാട്ടിലെ ഭരണകൂടം തന്നെ സൃഷ്ടിക്കുന്നു. നമ്മളത് കണ്ട TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കണ്ടതാണ്. പ്രതികൾക്ക് ആവശ്യത്തിന് പരോൾ കൊടുത്ത സർക്കാരിന്റെ വിവാദ നടപടി. അതിന് തൊട്ടു പിന്നാലെ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ, അതായത് CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തിയ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് 1 മാസം തികയും മുൻപ് പരോൾ അനുവദിക്കുന്ന വിചിത്ര നടപടി. അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ കുടുംബം ഉന്നയിക്കുന്നത്. സർക്കാർ അത്തരമൊരു പരോൾ നടപടിയുമായി മുന്നോട്ട് പോയാൽ അതിനെതിരെ നിയമപരമായി പോരാടാനാണോ കുടുംബത്തിന്റെ തീരുമാനം? തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലാണ് നമ്മൾ ഏറ്റവും ഒടുവിലായി പരോളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയർന്നു കേട്ടത്. ഇപ്പോൾ ഇതാ പെരിയ കേസിലും സമാനമായ സാഹചര്യമാണുള്ളത്. അതായത് ജനുവരി 3-നാണ് ഈ കേസിൽ വിധി വരുന്നത്. നിലവിൽ 10 പേരാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ളത്. അതിലാണ് 8-ാം പ്രതിയായ സുബീഷും അതുപോലെ തന്നെ 15-ാം പ്രതിയായ സുരേന്ദ്രനും ഇത്തരത്തിൽ പരോളിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് 21-ാം തീയതി 21, 22 ഈ 2 ദിവസങ്ങളിലാണ് ഇവർ ഇപ്പോൾ പരോളിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ വിധി വന്ന് 1 മാസം തികയും മുമ്പ് തന്നെ ഇത്തരത്തിൽ ഈ പരോളിനായി അപേക്ഷ നൽകി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ഈ കുടുംബം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇവരെ ഇത്തരത്തിൽ പരോളിന് പുറത്ത് വിടില്ല എന്നൊരു ആത്മവിശ്വാസം അവർ ഏറ്റവും അവസാനമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോഴും അവർ പറയുന്നുണ്ട് ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടന്ന ഒരു കേസാണ്. അപ്പോഴൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിൽ പ്രതിസന്ധി ഇവർക്ക് കുടുംബത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്
സുപ്രീം കോടതി വരെ പോകുന്ന ആ ഒരു സ്ഥിതി, ഇതിൽ CBI അന്വേഷണം എന്താണ്, അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ നിറഞ്ഞതാണ് ഈ കേസ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു വിവാദം കൂടി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഏതായാലും കെ സുധാകരൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ ആ ഒരു ഭാഗം അദ്ദേഹം വിശദീകരിക്കും, ഏത് രീതിയിലാണ് ഇത് ചെറുക്കുക എന്നത്. നിലവിൽ ഇപ്പോൾ ഈ പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ ഇവർക്ക് നൽകിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഇവരെ പുറത്തുവിട്ടാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നത്തിന് വഴിവെക്കുമെന്നാണ്. അപ്പോഴും ജയിൽ ഉപദേശക സമിതിക്ക് തീരുമാനിക്കാം ഇവർക്ക് പരോൾ നൽകണോ വേണ്ടയോ എന്ന്. ജയിൽ അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് 2 വർഷത്തിൽ കൂടുതൽ തടവ് അനുഭവിച്ചവർക്ക് ഇത്തരത്തിൽ പരോൾ അനുവദിക്കാൻ ചട്ടമുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ എന്തായാലും അനുകൂലമായ നിലപാട്, ഈ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്നാണ് ഈ കൃപേഷിനെയും ശരത് ലാലിനെയും കൊല്ലപ്പെട്ട ആ ദിവസം വലിയ തോതിൽ പരിപാടികളൊക്കെ ഇന്ന് DK ശിവകുമാർ ഒക്കെ വന്ന് അത്തരത്തിലുള്ള വലിയ പരിപാടികളൊക്കെ ഇന്ന് കല്ലോട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് റിപ്പോർട്ട് അവഗണിച്ചും ഇവർക്ക് പരോൾ നൽകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 10 പേരാണ് ഇത്തരത്തിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിലുള്ളത്. അതുകൂടാതെ നേരത്തെ KV കുഞ്ഞിരാമൻ മുൻ MLA ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോയതിനെ തുടർന്ന് ഈ കേസ് മരവിപ്പിക്കുകയും പിന്നീട് അവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുമാത്രമല്ല 10 പേരെ ഈ കേസിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിലൊരു തുടരന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ട് നിയമ നടപടിക്ക് ഒരുങ്ങുമ്പോഴാണ് ഈ പരോൾ, ഈ പ്രതികൾക്ക് 2 പ്രതികൾക്ക് പരോൾ നൽകുന്നുവെന്ന വാർത്ത വരുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുരേന്ദ്രനാണ് നേരത്തെ ഈ ജനുവരി 3-ാം തീയതി ഈ കോടതി വിധി വരുന്ന സമയത്ത് സുരേന്ദ്രനാണ് ജഡ്ജിയോട് ഇത്തരത്തിൽ പറഞ്ഞത് താൻ നിരപരാധിയാണ്, താൻ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, തന്നെ ശിക്ഷിക്കുന്നതിന് പകരം തന്നെ തൂക്കിക്കൊല്ലാൻ ഉത്തരവേണം എന്ന് പറഞ്ഞ ആളാണ് ഈ സുരേന്ദ്രൻ. ആ സുരേന്ദ്രനാണ് ഇപ്പോൾ ഈ പരോൾ നൽകുന്നത്. സുരേന്ദ്രൻ ഇതിൽ കേസിലെ 1-ാം പ്രതിയായ പീതാംബരന്റെ ഉറ്റ സുഹൃത്താണ്. നേരത്തെ പല കേസുകളിലും ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇരുവരും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ രീതിയിൽ വലിയ തോതിൽ പാർട്ടി ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. അത് പാർട്ടി പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചതാണ്. മാത്രമല്ല 2 കോടിയോളം രൂപ സമാഹരിക്കാൻ ഈ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ നിയമപരമായ കാര്യങ്ങൾക്കും മറ്റും അത് ഓരോ അംഗങ്ങളും 500 രൂപ വീതം നൽകണമെന്ന പാർട്ടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായും പാർട്ടി ഇവരെ പിന്തുണക്കുന്ന സാഹചര്യം. അതുകൂടാതെ 4 പേർക്ക് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ P ജയരാജൻ നേരിട്ടെത്തി ഇവരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അത്തരത്തിൽ പാർട്ടി പൂർണ്ണമായും ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരോൾ അനുവദിക്കാനുള്ള സാധ്യതയാണ്, പോലീസ് റിപ്പോർട്ടും അവഗണിച്ചും പരോൾ അനുവദിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ജയിലധികൃതരുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ, അതായത് 10 പ്രതികളാണ് നേരത്തെ സൂചിപ്പിച്ചു, ബാക്കി വരുന്ന 8 പ്രതികൾക്കും സമാന രീതിയിൽ തന്നെ ഈ പരോളൊക്കെ അനുവദിച്ച് ഈ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരിക്കും ഒരു പക്ഷേ പാർട്ടി ഉദ്ദേശിക്കുക. ഏതായാലും പാർട്ടി പൂർണ്ണ പിന്തുണയുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനി ഈ ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് പോയാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ 2 പ്രതികൾക്ക് പരോൾ ഇറങ്ങാൻ പറ്റും. 100 ദിവസത്തെ പരോളാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പരോൾ അനുവദിക്കണമെന്നാണ് ഇവർ അപേക്ഷയിൽ പറഞ്ഞത്. എന്തായാലും ഈ 2 പേർക്കും ഇപ്പോൾ പരോൾ അനുവദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. കുടുംബം ഉൾപ്പെടെ, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ അത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇപ്പോൾ കാണിച്ച ശരത് ലാലിന്റെ അച്ഛനാണ്, വ്യക്തമാണ്, KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകാനുള്ള നീക്കം വലിയ രീതിയിലുള്ള വിവാദം ഉയർത്തുന്നുണ്ട്. ഈ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. രാത്രിയിൽ വീട്ടിൽ പോകാൻ ബസ്സില്ലാത്തതിന് KSRTC ബസ് മോഷ്ടിക്കാൻ ശ്രമിച്ചൊരു യുവാവിന്റെ വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ലയിലാണ് സംഭവം. തിരുവല്ല KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിലായി. തിരുവല്ല സ്വദേശി ജെബിനാണ് പിടിയിലായത്. മദ്യലഹരിയിലായിരുന്നു യുവാവ്. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, ഈ പ്രതി ജെബിൻ സൂചിപ്പിച്ചതുപോലെ വീട്ടിലേക്ക് പോകാൻ ബസ്സില്ല, രാത്രി പോകാൻ ബസ്സില്ല, അതുകൊണ്ട് മോഷണം നടത്തിയെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഈ മൊഴി വിശ്വസനീയമാണോ? ഇയാൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ടോമേ, ഞായറാഴ്ച രാത്രി 10:00 കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുന്നത്. തിരുവല്ലയിലെ KSRTC ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന, സർവീസ് കഴിഞ്ഞ് നിർത്തിയിട്ടിരുന്ന വേണാട് ബസ്സാണ് ഇയാൾ തിരുവല്ല ആഞ്ഞിലിത്താനം സ്വദേശി ജിബിൻ മദ്യവെച്ചതിന് ശേഷം, മദ്യലഹരിയിലായിരുന്നു ജിബിൻ, യാത്രക്കാരൊക്കെ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ബസ്സിൽ കയറി സ്റ്റാർട്ടാക്കി ബസ് പുറകിലോട്ട് എടുക്കുന്ന സമയത്താണ് യാത്രക്കാരും സെക്യൂരിറ്റിയും ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ യാത്രക്കാർ ബഹളം വെക്കുകയും
അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓടി വരികയും ചെയ്തു. തുടർന്ന് ഇയാളെ ബസ്സിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്തു. ഏതായാലും പോലീസിനെ ഉടൻ തന്നെ ഇവർ വിവരമറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തെത്തി ജീവനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. ആ സമയത്താണ് ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത് ബസ് വീട്ടിലേക്ക് പോകാൻ യാത്ര പോകാൻ ബസ് ഇല്ല, വാഹനമില്ല. അത്തരത്തിൽ ആ സാഹചര്യത്തിലാണ് ബസ് എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തിയെന്നുള്ള കാര്യമാണ് ഈ ജിബിൻ പറഞ്ഞത്. മദ്യപിച്ച് ലക്കുകെട്ട ഒരവസ്ഥയിലായിരുന്നു. എന്തായാലും അത്തരം ഒരു കാരണമാണ് ഈ ബസ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് എത്തിയതെന്നുള്ള കാര്യമാണ് പോലീസിനോട് മൊഴി നൽകിയത്. പോലീസ് ഇക്കാര്യം മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ അത് ഈ ബസ്സിലെ മോഷണ കുറ്റം തന്നെയാണ് ചോദ്യം. മദ്യലഹരിയിലാണെങ്കിൽ കൂടി ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് മോഷണ കുറ്റം എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസ് എടുത്തിട്ടുള്ളത്. അത്തരത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ ഇന്ന് ഹാജരാക്കും. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ മദ്യപിച്ചുണ്ടായ ഒരു രീതി കൊണ്ടുണ്ടായതാണെന്നുള്ളതാണ് പൊതുവെ പറയുന്നെങ്കിലും സ്വാഭാവികമായും മോഷണക്കുറ്റം തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. കാരണം നിർത്തിയിട്ടിരുന്ന KSRTC ബസ് പെട്ടെന്ന് തന്നെ യാത്രക്കാരൊക്കെ അവിടെ നോക്കി നിൽക്കെ ഇയാൾ ബസ്സിൽ കയറി ബസ് എടുക്കുന്നു. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായത്. ടോമൻ. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം. നെയ്യാറ്റിങ്കര ചെമ്പരത്തി സ്വദേശി ആണ് പരാക്രമം നടത്തിയത്. ഇന്നലെ രാത്രി 12-ഓടാണ് സംഭവം. താമസ സ്ഥലത്തിന് സമീപമുള്ള 3ഓളം യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ച് തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി. പ്രതി അനീഷിനെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അരുൺമോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിങ്കരയിൽ നിന്നും വിവരങ്ങളുമായി. അരുൺമോഹൻ, ഒരു കെട്ടുകഥയാണോ ഇത്? ഇയാൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിട്ടാണോ ഇതിനെ കാണേണ്ടത്, അതോ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ? ടോം, ഇത് തന്നെയാണ് നമ്മളെയും ചിന്തിപ്പിക്കുന്നത്. കാരണം ഒരു ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ അനീഷ് എന്ന ചെമ്പരത്തിയുള്ള സ്വദേശി രാത്രി ആക്രമണം അഴിച്ചുവിട്ടത്. തുടർന്ന് സമീപത്തുള്ള 3 യുവാക്കളെ ഇയാളെ അകാരണമായി മർദ്ദിച്ചു. ഇവർക്ക് പരിക്ക് പറ്റിയിരുന്നു, കാര്യമില്ലാത്ത പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ ഇവരുടെ വാഹനം അടിച്ചു തകർത്തു. തുടർന്ന് ഇയാൾ അക്രമാസക്തനായതിനെ തുടർന്ന് നെയ്യാറ്റിങ്കര പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഇദ്ദേഹം അവിടെയും പരാക്രമങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ലാസ്റ്റ് ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല. കാരണം ഇത് ആദ്യമായാണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം. ഇനി മദ്യലഹരിയിലാണോ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതിനുള്ള അതാണോ വൈരാഗ്യമാണോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന യുവാക്കളുടെ വാഹനങ്ങൾ 3 വാഹനങ്ങൾ ബൈക്ക് കേടുപാട് വരുത്തി ഈ പറയുന്ന 3 പേരുടെ നേർക്ക് ഇദ്ദേഹം ആക്രമണം നടത്തുകയും ചെയ്തു ഈ അനീഷ്. എന്തായാലും നെയ്യാറ്റിങ്കര പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചു. പക്ഷെ ഇദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണെന്ന്. ഈ ആക്രമണത്തിന് ഇരകളായ യുവാക്കളും ആക്രമണം നടത്തിയ അനീഷും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇവർ പരിസരവാസികളാണ്, അയൽവാസികളാണ്. ഇവർ തമ്മിൽ അങ്ങനെ കാര്യമായ ഒരു ഇല്ലെങ്കിലും ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷെ ഒരു കാര്യമായ ഒരു വിരോധത്തിന്റെ ഒന്നും കിട്ടുന്നില്ല. ഇത് ഇത്തരത്തിൽ ആവുകയായിരുന്നു. രാത്രിയോടുകൂടി 12-ഓടുകൂടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ ഒരു ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. കാരണം ഇദ്ദേഹത്തിന് അപ്പോഴും വയലന്റ് ആയിരുന്നു. പോലീസ് ബന്ധനസ്ഥനാക്കിയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യലഹരി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തെ അവിടെ തന്നെ ചികിത്സ നൽകി വിടുമായിരുന്നു. ഒരുപക്ഷെ അത് നിയന്ത്രിക്കാൻ അവിടെയുള്ള ഡോക്ടർമാർക്ക് പോലും കഴിയാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ റെഫർ ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, വ്യക്തമാണ്. അരുൺമോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മരിച്ച ശേഷവും ഗോപൻ സ്വാമിക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, സമാധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, പിന്നീട് സംസ്കരിക്കുന്നു. അങ്ങനെ ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയ ശേഷവും
പിന്നീടും ആരോപണങ്ങൾ നിലയ്ക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ്, അത് ഗോപൻ സ്വാമിയുടെ പേര് പറഞ്ഞ് ചില യുവാക്കൾ രംഗത്തിറങ്ങുന്നു. ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായിട്ടാണ് അനീഷ് എന്ന നെയ്യാറ്റിൻകര സ്വദേശി അനീഷ് എന്ന യുവാവ് വീടിൻ്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള പരാക്രമം നടത്തിയത്. 3 യുവാക്കളെ ആക്രമിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.